ഏട്ടാ 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 എഴുന്നേക്ക്. എന്താ ഏട്ടാ ഇത്? മണി 10 കഴിഞ്ഞു. ഇപ്പോഴും കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാ? ഇന്ന് സൺഡേ അല്ലേ? എന്നും വെച്ച്. ശരി, വേഗം എഴുന്നേക്ക്, പോയി റെഡിയാവ്. നിങ്ങൾ പോയി ചിക്കനോ മട്ടനോ വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാലേ എനിക്ക് ലഞ്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാതെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാ? ശരി, പോവാം. ശരി, എഴുന്നേക്ക്. ദാ ഈ ചായ കുടിച്ചിട്ട് പോയിട്ട് വാ. അയ്യോ, ഇവനൊന്നും ഇത്ര രാവിലെ ഫോൺ ചെയ്യുന്നത്? എടുത്താൽ ആവശ്യമില്ലാത്ത ടെൻഷനാവും. ഇവനെ കൂടെ തോറ്റല്ലോ. വീണ്ടും വീണ്ടും കോൾ ചെയ്തോണ്ടിരിക്കുക. അയ്യോ, ആരായിട്ടത്? എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? അവൻ്റെ അടുത്തുനിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നു. 2 മാസമായി. അതിനിയും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെയോ? എത്ര രൂപയാ തരേണ്ടത്? ഒരു 30,000 രൂപ വാങ്ങിയത്. അയ്യോ, അത്രയുണ്ടോ? നിങ്ങൾ ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞൂടെ? ശരി, ആ കപ്പിങ് തന്നെ. ഹലോ ചേട്ടാ, പറയേട്ടാ. എത്ര പ്രാവശ്യം വിളിക്കണോടാ? നീ എന്താ ഞാൻ ഫോൺ വിളിച്ചാ എടുക്കാത്തത്? അല്ലേട്ടാ, ഉറങ്ങുമായിരുന്നു. ഇപ്പോഴാണ് എഴുന്നേറ്റത്. നിങ്ങളുടെ ഫോൺ വന്ന് ഉടനെ എടുത്ത് സംസാരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യമോ പറഞ്ഞേക്കണം. ഞാൻ ഇപ്പൊ നിന്റെ വീട്ടിലോട്ട് വരിക. കാശ് എടുത്തു വെക്ക്. ചേട്ടാ, ഇപ്പൊ എന്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. നീ കളിക്കല്ലേ? എനിക്കൊന്നും അറിയണ്ട. ഞാൻ അങ്ങോട്ട് വരിക. എനിക്ക് മര്യാദയ്ക്ക് കാശ് എടുത്തു വെക്ക്. നീ നിനക്ക് ആവശ്യത്തിന് സമയം തന്നു. ഇനി പറ്റത്തില്ല. പക്ഷേ എനിക്ക് കിട്ടേണ്ട കാശ് കിട്ടാൻ ഇനിയും കുറച്ചുകൂടി ലേറ്റ് ആകും. കാശ് മേടിച്ചിട്ട് എത്ര നാളായി? എപ്പോ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു കഥ പറയുന്നത്? എനിക്ക് ഒരാഴ്ച കൂടെ സമയം താ ചേട്ടാ. എന്താടാ, എന്നെ കണ്ട മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ? 10 ദിവസം മുമ്പ് ചോദിച്ചപ്പോ ഞായറാഴ്ച തരാമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ചോദിക്കുമ്പോ പിന്നെ ഒരാഴ്ച വേണോന്ന്? നീ എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ചേട്ടാ, ഈ ഒരാഴ്ച കൂടി മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അടുത്ത ഞായറാഴ്ച ഉറപ്പായിട്ടും ചേട്ടന് കാശ് തിരിച്ച് തന്നിരിക്കും. നോക്ക്, ഇതാ ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ ചാൻസ്. അടുത്ത ആഴ്ച മര്യാദയ്ക്ക് നീ എന്റെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പറഞ്ഞേക്കാം. ശരി ചേട്ടാ, താങ്ക്സ് ഉണ്ട്. ഇവന്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയത് വലിയ തെറ്റായിപ്പോയി. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലല്ലോ. ശരി, അതൊക്കെ വിട്. ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാൻ ടിഫിൻ റെഡിയാക്കാം. വീണ്ടും കിടന്നുറങ്ങാതെ വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി, വരാം. നീ വയ്ക്കോ. എന്തു പറ്റിയേട്ടാ? എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. അത് വേറൊന്നുമല്ല. ആ കടം വീട്ടുന്ന എങ്ങനെയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഫോൺ ചെയ്തതിന് കൊടുക്കാനുള്ളത് 30,000 രൂപയാ. ഇത് കൂടാതെ വേറെ 2-3 പേർക്ക് കൂടി കാശ് മേടിച്ചത് കൊടുക്കാനുണ്ട്. എല്ലാ കടവും തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു 1 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. പോകെ പോകെ ഈ കടക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചുകൊണ്ട് ഇവരുടെ അടുത്തു നിന്നെല്ലാം പലിശയ്ക്ക് കാശ് മേടിക്കേണ്ടതായിട്ട് വന്നു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ശരി, വിഷമിക്കാതെ ഏട്ടാ. ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കാമല്ലോ. എല്ലാവർക്കും ബിസിനസ് ചെയ്യുമ്പോൾ ഒരു സമയത്ത് ലാഭം ഉണ്ടാകും, മറ്റൊരു സമയത്ത് ലോസും ആകും. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, ഏത് ബിസിനസ് ചെയ്താലും നഷ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അത് പിന്നെ ഏട്ടാ, എന്റെ ഫ്രണ്ട് സൗന്ദര്യയുടെ ഹസ്ബൻഡിനും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വലിയ ലോസ് ആയത്രേ. അപ്പ അവര്
കുടുംബക്കാരെല്ലാവരും കൂടി ചോറ്റാനിക്കര അമ്മയുടെ അമ്പലത്തിലേക്ക് പോയി ഇന്ന്. അന്ന് മുതൽ അവരുടെ കച്ചവടം കുറേശ്ശെ നല്ല നിലയിലായി. ഇത്രയും കാലം ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ ഫ്രണ്ട് ഇപ്പൊ കാറിലാ പോകുന്നത്. സ്വന്തമായിട്ടൊരു പുതിയ ബംഗ്ലാവ് പോലും അവര് വെച്ചു. നമുക്കും ഒന്ന് ആ അമ്പലത്തിൽ പോയിട്ട് വന്നോലോ ഏട്ടാ. അവൾക്ക് നടന്നതുപോലെ തന്നെ നമുക്കും നല്ലത് നടക്കുമല്ലോ. എന്നോടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നീ പറയുന്ന പോലെ തന്നെയാ പറയുന്നത്. നിനക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നാൽ നല്ലത് നടക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരി, ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ആ അമ്പലത്തിലേക്ക് എങ്ങനെയാ പോണ്ടേ, എപ്പോഴാ പോണ്ടേന്ന് ചോദിച്ചിട്ട് പറയാം. ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്തിൽ നമുക്കും നല്ലത് നടക്കും ഏട്ടാ. ഞാനും അത് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ദൈവം വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. നോക്കാം. ആ ദൈവത്തെ വിശ്വസിച്ചാ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് നടക്കും ഏട്ടാ. സർ 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 നിങ്ങളെ എന്താ വേണ്ടത്? സർ വാസ്തുശില്പം വിൽക്കുകയാണ് സർ, വേണോ സർ? വേണ്ട, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. അല്ല സർ, ഇത് വളരെ ശക്തിയുള്ളതാണ്. ഇത് ഞങ്ങളുടെ മഠത്തിൽ വെച്ച് യാഗം ചെയ്ത ശില്പമാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിലേ നിങ്ങളുടെ ജീവിതം തന്നെ മാറും സർ. ഇപ്പം നിങ്ങൾക്കുള്ള എല്ലാ കഷ്ടങ്ങളും പോയി അതിഷ്ടം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും സർ. എന്താടി ഇത്? ഇപ്പോഴല്ലേ നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞത്? ഇയാളാണെങ്കിൽ ആരോ പറഞ്ഞു വിട്ടതുപോലെ ദേണ്ട വന്ന് നിൽക്കുന്നു. അതെ ഏട്ടാ, എനിക്കെന്തോ ആ ദൈവം ഇയാളെ അയച്ചതുപോലെ തോന്നേ. എന്തോ വാസ്തുശില്പാന്നല്ലേ പറഞ്ഞത്. വാ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരി, പറയേ, ഇത് എന്ത് രീതിയിലുള്ള വാസ്തുശില്പോ? സർ, ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വിട്ടേച്ച് പോകണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്യണം സർ. ദിവസേന അമ്പലത്തിലേക്ക് പോകുന്നത് എല്ലാവരെ കൊണ്ടും പറ്റാത്ത കാര്യമല്ല സർ. അതിനു വേണ്ടിയാണ് ഈ വാസ്തുശില്പം തരുന്നത്. നിങ്ങൾ ഈ ശില്പത്തെ സാധാരണമായിട്ട് കരുതരുത് സർ. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലേ നിങ്ങളുടെ കഷ്ടമൊക്കെ ഇല്ലാതെയാവും സർ. നിങ്ങളുടെ വീട്ടിലേക്ക് പണം, സന്തോഷം എല്ലാം താനെ തേടി വരും സർ. ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ വാസ്തുശില്പം വാങ്ങിയതിനു ശേഷം എത്ര പേര് ഹാപ്പിയാണെന്ന് അറിയോ സർ? അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ശില്പം വാങ്ങാൻ പറഞ്ഞത്. ഇത് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളുടെ ലൈഫിലെല്ലാം പോസിറ്റീവായി നടക്കൂ സർ. നിങ്ങളുടെ രണ്ടുപേരുടെ മുഖവും കാണുമ്പോൾ നിങ്ങൾ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സർ? ആ കഷ്ടം നിങ്ങളെ വിട്ടേച്ച് പോകണമെങ്കിൽ ഇത് തീർച്ചയായും വാങ്ങണം സർ. സാറെന്തിനാ ഇത്രയും ആലോചിക്കുന്നേ? ഈ വാസ്തുശില്പം വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് നടക്കുമോ നടക്കില്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണല്ലേ? എന്നെ സംശയിക്കില്ലേ സർ? നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ഈ വാസ്തുശില്പം വാങ്ങിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും സർ. ശരി, ഈ വാസ്തുശില്പത്തിന് എന്ത് വിലയാ? ഇതിന്റെ വില വളരെ കൂടുതലൊന്നല്ല സർ, വെറും 1000 ഉള്ളൂ. എന്ത് 1000 രൂപയോ? ഇത് കണ്ടാൽ റോഡ് സൈഡിൽ വെക്കുന്ന 100 രൂപയുടെ ശില്പം പോലെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഇതിന് 1000 രൂപയ്ക്ക് വില പറഞ്ഞാൽ എങ്ങനെയാ? ശരിയാണ് സർ, റോഡ് സൈഡിൽ 50 രൂപയ്ക്കും ഇതുപോലെ ശില്പങ്ങൾ കിട്ടും. പക്ഷേ ഈ ശില്പം അങ്ങനത്തെ അല്ല. ഇതൊരു വലിയ അമ്പലത്തിൽ വെച്ച് പൂജ ചെയ്ത ശില്പമാണ്. ഇതിന് 108 ദിവസം പൂജ ചെയ്ത് അതിനുശേഷമേ എല്ലാവർക്കും കൊടുക്കൂ. ഈ ശില്പത്തിനകത്ത് ഒരുപാട് ശക്തികളുണ്ട്. അത് ഇതേപോലെ എല്ലാ ജനങ്ങളുടെ അടുത്തും കൊണ്ടുപോയി എത്തിക്കുവാണ് സർ. നിങ്ങൾ ഈ 1000-ത്തെക്കുറിച്ചൊന്നും ആലോചിക്കില്ലേ സർ? വാങ്ങിക്കുവാണെങ്കിൽ ജീവൻ തന്നെ മാറും സർ. നോക്കേട്ടാ, നമുക്കിതുവരെ ബിസിനസ്സിൽ ലക്ഷക്കണക്കിന് രൂപ ലോസ് ആയിട്ടുണ്ട്. ഇതിന് വെറും 1000 രൂപയല്ലേ ഉള്ളൂ. ഇത് വാങ്ങി വീട്ടിൽ വെച്ച് നോക്കാം. ചിലപ്പോ ഇത് വരുന്ന നേരം നല്ലത് നടക്കുമായിരിക്കും. ശരി. എടി, എന്റെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളല്ലോ. നിക്കേട്ടാ, എന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഞാൻ അകത്ത് പോയി എടുത്തോണ്ട് വരാം. ശരി, എടുത്തുണ്ടോ? പെട്ടെന്ന് വാ. ദാ ഏട്ടാ 1000 രൂപ. എന്നാ അതിങ്ങതാ. സന്തോഷം. ഈ ശില്പം നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ സാർ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സാർ. കോടിക്കണക്കിന് കാശ് വരും.
ഉം. സർ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം പറയുവാണെങ്കിൽ ഈ ശില്പം വാങ്ങിയവർക്ക് വേണ്ടി പൂജ ചെയ്യുമ്പോഴേ ഞങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുക്കും. ശരി, ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കോ. ഒരു മിനിറ്റ്. സർ നിങ്ങളുടെ പേര്? രാജേന്ദ്രൻ. നിങ്ങളുടെ രാശി? കർക്കടകം. നക്ഷത്രം? ഔട്ടം നക്ഷത്രം. സർ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ? 98480. ഓക്കെ സർ. മാഡം നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ ഒന്ന് പറയുമോ മാഡം? അതെന്തിനാ? നിങ്ങൾ എൻ്റെ നമ്പർ മേടിച്ചില്ലേ, ഇനി ഇവിടെ നമ്പർ മേടിക്കേണ്ട കാര്യം എന്താ? അതല്ല സർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 2 പേരില്ലേ, അതുകൊണ്ട് 2 പേരുടെ പേര്, നക്ഷത്രം, ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അതുകൊണ്ടാണ് സർ ചോദിച്ചത്. ഓ അങ്ങനെയാണോ? ശരി പറയേ. മാഡം നിങ്ങളുടെ പേര്? എന്റെ പേര് ശൈലജ. രാശിയോ? രാശി തുലാരാശി. നക്ഷത്രം? വിശാഖ നക്ഷത്രം. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ? 7093. സർ ഒരു കാര്യം കൂടി. ഉം. നിങ്ങൾ ഈ ശില്പം പൂജ റൂമിൽ വെക്കരുത്, ബെഡ്റൂമിലേ വെക്കാൻ പാടൂ. എന്ത്? ബെഡ്റൂമിൽ വെക്കണമെന്നോ? എന്താ ഈ പറയുന്നേ? പുതിയ സംഭവമാണല്ലോ. ശില്പം എന്ന് പറയുമ്പോൾ അത് പൂജ റൂമിലല്ലേ വെക്കണ്ടേ? നിങ്ങളാണെങ്കിൽ ഇത് ബെഡ്റൂമിൽ വെക്കണമെന്നൊക്കെ പറയുന്നല്ലോ. എല്ലാം ശരിയാണ് സാർ, പക്ഷേ ഈ ശില്പം നിങ്ങൾ ബെഡ്റൂമിലേ വെക്കാവൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരു ദിവസം എത്ര തവണ പൂജ ചെയ്യാൻ പറ്റും? 1 തവണ, 2 തവണ, ഏറിയ ഒരു 3 തവണ പൂജ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ശില്പത്തിന് മുമ്പിലുണ്ടാവൂ. പക്ഷേ നിങ്ങൾ ഈ ശില്പം നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുവാണെങ്കിൽ ഏകദേശം 10 മണിക്കൂർ നിങ്ങൾ അതിനകത്തുണ്ടാവും. നമ്മൾ ഈ ശില്പത്തിനോടൊപ്പം കുറേ നേരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ശക്തി മുഴുവനും കിട്ടുക. എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സാർ. അതുകൊണ്ട് നിങ്ങൾ ബെഡ്റൂമിൽ വെച്ചോളൂ. 2-3 ദിവസത്തിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും സാർ. അത് ശരി, അങ്ങനെയാണോ? അതെ സാർ. നിങ്ങൾ ഈ ശില്പത്തിന് മുമ്പ് കിടക്കുവാണെങ്കിൽ ഈ ശില്പം നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. ആ നിമിഷം തൊട്ട് നിങ്ങൾക്ക് എല്ലാം നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. എങ്കിൽ ശരി. ശരി, ഞാൻ എന്നാ പോവാണേ. ഇനിയെല്ലാം നിങ്ങൾക്ക് നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. താങ്ക്സ്. ഈ ശില്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഏട്ടാ? നന്നായിട്ടുണ്ട്. എന്തായാലും ഈ ശില്പം വന്ന സ്ഥിതിക്ക് ഇനിയെല്ലാം നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. വിഷമിക്കണ്ട ഏട്ടാ, ഇനി എല്ലാം നല്ല രീതിയിലേ നടക്കൂ. വിശ്വാസത്തോടെ ഇരിക്കാം. ശരി വാ, ആദ്യം ഇത് കൊണ്ടുപോയി നമ്മുടെ ബെഡ്റൂമിൽ വെക്കാം. ഈ ശില്പം എവിടെ കൊണ്ടുപോയി വെക്കാം? എവിടെ വെച്ചാൽ ഈ ശില്പം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും? ദേ ആ ടേബിള് കണ്ടില്ലേ, അവിടെ വെച്ചാലോ? അവിടെ വേണ്ട, ശില്പം നമ്മളെ നോക്കുന്ന പോലെ ആയിരിക്കില്ല. ശരി, അപ്പം ദേ അവിടെ വെച്ചാലോ? അവിടെ ഒന്നും വെക്കാൻ പാടില്ല. അതെയോ? ആ ദേ അവിടെ വെച്ചാലോ? നല്ല പ്ലേസ്. ഇവിടെ വെച്ചാ ഈ ശില്പം നമ്മളെ നോക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു മിനിറ്റേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കാണാൻ നന്നായിട്ടില്ലേ? അതേട്ടാ. ശരി, നീ രാവിലെ എന്നോട് ചിക്കൻ വാങ്ങാൻ പറഞ്ഞില്ലായിരുന്നു? എൻ്റെ അടുത്ത് 500 രൂപയുണ്ട്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു 5 മിനിറ്റുള്ളിൽ ചിക്കൻ വാങ്ങിക്കൊണ്ടെങ്കിൽ വരാം. നീ പോയി ബാക്കിയുള്ള എല്ലാം അരിഞ്ഞു വെക്കേ. ആ ഓക്കെ. ശരി, വേറെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്യും. ശരി ഏട്ടാ, വേഗം പോയിട്ട് വാ.
വാ ഏട്ടാ. ഉം. ഇപ്പോഴല്ലേ പോയത്, അപ്പോഴേക്കും വാങ്ങിച്ചോണ്ട് വന്നോ? നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. ഒരു ഹാഫ് ആൻ അവറിൽ ബിരിയാണി റെഡിയാക്കിയേക്കാം. ശരി ആയിക്കോട്ടെ. ഉം. ഏട്ടാ, ഉം. ബിരിയാണി റെഡിയായി. വന്നേ, ചൂടോടെ കഴിക്കാം. ശരി, നീ എടുത്തു വെക്കേ, ഞാൻ ഉടനെ തന്നെ വരാം. ഉം. ഉം. ബിരിയാണി എങ്ങനെയുണ്ട് ഏട്ടാ? നീ ഉണ്ടാക്കുന്ന ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ടേസ്റ്റ് വേറെ ലെവലാ. നിനക്കൊരുന്ന് കഴിച്ചുകൂടെ? സാരമില്ല ഏട്ടാ, നിങ്ങൾ കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. ഉം. ഏട്ടാ, ഉം. ദാ പാല്. ഉം. നമ്മൾ സന്തോഷമായിരുന്നിട്ട് ഒരുപാട് നാളുകളായല്ലേ? അതെ ഏട്ടാ, ഈ കടത്തിന്റെ പ്രശ്നം കാരണം നിങ്ങൾ ഒട്ടും സന്തോഷവാനായിരുന്നില്ല. നമ്മൾ രണ്ടുപേരും സമാധാനത്തോടെ ഇരുന്ന് സംസാരിച്ചിട്ടേ ഒരുപാട് കാലായി. ഇന്നെങ്കിലും നമുക്ക് രണ്ടുപേർക്കും സന്തോഷിക്കാം ഏട്ടാ. ശരി, വാ. ശരി എന്നാ, ഞാൻ ഓഫീസിൽ പോട്ടെ. ശരി ഏട്ടാ, സൂക്ഷിച്ചു പോയിട്ട് വാ. ബൈ. ഉം. ഇതെന്താ, ഈ വീഡിയോ ആരാ അയച്ചത്? ഇതെങ്ങനെയാ എടുത്തത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ വീഡിയോ എങ്ങനെ എടുത്തെന്നറിയില്ലല്ലോ. ഹലോ ഹലോ, ഹായ്. വീഡിയോ എങ്ങനെയുണ്ട്? ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ വീഡിയോ എന്തിനാ എനിക്ക് അയച്ചേ? നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം ഹാപ്പി ആയിരുന്നു എന്ന് നീയും അറിയണ്ടേ? അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിനക്ക് അയച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ എവിടുന്നാ കിട്ടിയേ? അല്ല, നിങ്ങൾ ആരാ? നിനക്കിതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കുന്നതൊക്കെ നീ എനിക്ക് തരണം. ആദ്യം ആ വീഡിയോ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയെന്ന് പറയേ. ആരാ നിങ്ങൾക്ക് ഇതൊക്കെ തന്നത്? പിന്നെയും പിന്നെ എന്നോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കുവാണെങ്കിൽ ഈ കാര്യം പുറത്ത് ആരും അറിയില്ല. കാര്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തേക്കും. നിനക്ക് എന്താണ് വേണ്ടതെന്ന് നല്ലോണം ആലോചിച്ച് പറയേ. ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാവേ. അയ്യോ, ഹലോ, എന്താടി, എന്താ കാര്യം? ഏട്ടാ, എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ വന്നു. ശരി, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? അതല്ല ഏട്ടാ, അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന വീഡിയോയാ. ആരോ എനിക്ക് ആ വീഡിയോ അയച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ആ വീഡിയോ അവൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ
അവൻ ചോദിക്കുന്നതെല്ലാം ഞാൻ കൊടുക്കണമെന്നാ പറയുന്നത്. എനിക്കെന്തോ പേടിയാവുന്ന ഏട്ടാ. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വരുവോ? ഇപ്പൊ തന്നെയോ? അതെ ഏട്ടാ. ഇപ്പൊ ഓഫീസിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ടല്ലോ. പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു. നിങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വാ. അവൻ ഫോൺ ചെയ്ത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ശരി, ഞാൻ ഓഫീസിൽ പെർമിഷൻ ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാം. നീ ടെൻഷൻ ആവണ്ട. ശരി ഏട്ടാ. ആരായിരിക്കും ഈ പണി കാണിച്ചത്? ഹലോ. ഹലോ, ഞാനിപ്പോൾ നിന്നോട് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് 10 ലക്ഷം വേണം. നീ എന്താ പേടിച്ചോ? ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ കാശ് ചോദിക്കാറുള്ളൂ. പക്ഷെ നിന്നോട് എനിക്ക് കാശ് ചോദിക്കാൻ തോന്നുന്നില്ല. കാരണം നിന്നെ പോലത്തെ ഭംഗിയുള്ള പെണ്ണിനെയൊക്കെ ഞാൻ അനുഭവിക്കണം. അതിനു വേണ്ടിയാ. മര്യാദയ്ക്ക് നല്ല കുട്ടിയെ പോലെ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുക. അപ്പോഴേ നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കോ. ഞാൻ പറയുമ്പോഴൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് മര്യാദയ്ക്ക് വന്നിട്ട് പോയേക്ക്. മനസ്സിലായോ? ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുവാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. നീ പറയുന്നത് പോലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് പണം വേണമെങ്കിൽ പറഞ്ഞ റെഡിയാക്കി തരാം. അല്ലാതെ നീ പറയുന്നൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെയാണോ? എന്നാ ഈ വീഡിയോ ഉടൻ തന്നെ ഇന്റർനെറ്റിൽ ഇട്ടേക്കാം. പിന്നെ ഈ ലോകം മുഴുവൻ നിങ്ങൾ രണ്ടുപേരുടെ വീഡിയോ കാണും. എന്നാ ശരി, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ധൃതി പിടിക്കാതെ സാവധാനം ആലോചിച്ച് പറയും. ഓക്കേ അല്ലേ? ബൈ. അയ്യോ. ഈശ്വരാ. ഏട്ടാ, ആ വീഡിയോ ഇവിടെ ഒന്ന് കാണിച്ചേ. നിങ്ങൾ തന്നെ നോക്ക്. എന്താടി ഇത്? ഇതാരാ എടുത്തത്? ഇതാര് ചെയ്ത പണിയെന്ന് എനിക്കും അറിയില്ല ഏട്ടാ. എപ്പോഴാ തയ്ച്ചത്? ഈ വീഡിയോ എടുത്തിരിക്കുന്ന സ്ഥലം നമ്മുടെ ബെഡ്റൂം തന്നെയാണല്ലോ. ഒരു പക്ഷേ നമ്മളറിയാതെ നമ്മുടെ ബെഡ്റൂമിലെ ഹിഡൻ ക്യാമറ ആരെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. വാ. ഈ വീഡിയോ എവിടുന്നാണ് എടുത്തതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നാ നിന്റെ ഫോൺ പിടിക്കേ. ഉം. ഇത് നോക്കി, ഇതിനകത്ത് എന്തൊരു ഹിഡൻ ക്യാമറ ഉള്ള പോലെ തോന്നുന്നില്ലേ? ആ, അതെ ഏട്ടാ. ഈ ക്യാമറ മുഖേനയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ശില്പം വിറ്റവനായിരിക്കും ഈ പണി ചെയ്തത്. അന്നവൻ പ്ലാൻ ചെയ്ത ഇത് ബെഡ്റൂമിൽ വെക്കാൻ പറഞ്ഞത്. അതെടി, അവൻ ഈ ശില്പം ബെഡ്റൂമിൽ തന്നെ വെക്കണമെന്ന് വാശി പിടിച്ച് പറയുമ്പോഴേ എനിക്ക് അവനെ ഒരു സംശയം തോന്നിയതാ. പക്ഷേ ഈ ശില്പം എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീരുന്ന അവൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൻ തന്നെയാണ് ക്യാമറ ഈ ശില്പത്തിനകത്ത് വെച്ച് വാസ്തുശില്പമാണെന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിച്ച് കാശും കൊണ്ട് പോയത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? വേറെന്ത് ചെയ്യാനാ? അവനെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. അവനെ നൈസായിട്ട് വിളിച്ചു വരുത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. ഏട്ടാ, ഏത് അവനാ വിളിക്കുന്നത്? ശരി, അറ്റൻഡ് ചെയ്യേ. ഹലോ. ഹലോ. എന്താ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നല്ലോണം ആലോചിച്ച് നോക്കിയോ? ഇല്ല, ഇതുവരെ ആലോചിച്ചില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു. ദേഷ്യപ്പെടാതെ എനിക്കൊരു 10 മിനിറ്റ് കൂടി സമയം തരണം. ഞാൻ തന്നെ തിരിച്ചു വിളിക്കാം. ശരി, ഞാൻ നിനക്ക് നാളെ വരെ സമയം തരാം. സാവധാനം ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. വെറുതെ മണ്ടത്തരം കാണിക്കരുത്, മനസ്സിലായോ? ശരി. സാർ എന്താ പറയുന്നത്? അവന്റെ കൂടെ ഞാൻ ഒന്നിച്ചുണ്ടാവണമെന്നാ പറയുന്നത്. അവന്റെ കൂടെ ഒന്നിച്ചുണ്ടായെങ്കിൽ മാത്രമേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുള്ളൂ.
അല്ലെങ്കിൽ ആ വീഡിയോ ഇന്റർനെറ്റിൽ ഇടുമെന്നാ പറയുന്നത്. അങ്ങനെയാണോ? അവൻ അത്രയ്ക്ക് അഹങ്കാരമായോ? ഉം. ഹലോ, എന്താ? ഞാൻ നിനക്ക് സമയം തന്നിട്ട് ഒരാഴ്ചയായി. നിനക്ക് ഇതിന് സമ്മതമല്ലേ? ഞാൻ പറഞ്ഞ പോലെ എന്റെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിച്ചു തരൂ. ആ ശരി, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. നീ എന്റെ ആഗ്രഹം തീർത്ത ഉടൻ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ശരി, ഓക്കെ. ഞാൻ ഒരു അഡ്രസ്സ് പറയാം, നോട്ട് ചെയ്തോ. പെട്ടെന്ന് അഡ്രസ്സേക്ക് വന്നേ കേട്ടോ. പറ്റില്ല, എനിക്ക് വീട് വിട്ടൊന്നും പുറത്തു വരാൻ പറ്റില്ല. നീ തന്നെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലേക്ക് വന്നേക്ക്. എന്ത്? നിന്റെ വീട്ടിലേക്കോ? നിന്റെ വീട്ടില് ഇപ്പൊ നിന്റെ ഭർത്താവ് ഉണ്ടാവില്ലേ? ഇല്ല, ഏട്ടൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി. എനിക്കെന്തോ നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നിന്റെ വീട്ടിലേക്ക് എത്തിയതും എന്നെ നിന്റെ വീട്ടിൽ ലോക്ക് ചെയ്ത് എന്നെ നീ പോലീസിൽ പിടിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചെയ്താ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നീ ആ വീഡിയോ ഇന്റർനെറ്റിൽ ഇടുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. സത്യം പറയണമെങ്കിൽ ഈ കാര്യം എന്റെ ഭർത്താവിന് പോലും അറിയില്ല. നീ പേടിക്കാതെ ധൈര്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം നീ പറഞ്ഞതുപോലെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, കേട്ടല്ലോ? ശരി ശരി, ഈ ഒരു 10 മിനിറ്റ് കൊണ്ടേ ഞാൻ നിന്റെ വീട്ടിലുണ്ടാവും. എന്നാ ശരി. നല്ലോണം ഫ്രഷ് ആയിക്കോ. നിന്നെ ആദ്യം കണ്ടതിനേക്കാളും നിന്റെ മുഖം നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാ വേഗം വാ. വാ. ഇരിക്കേ. എന്റെ ഭാര്യ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ ധൈര്യം ഉണ്ടായല്ലേ? നിന്നെ ഞാൻ തുറടനക്ക്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായോ? ശില്പം വിൽക്കാനാണെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങളെല്ലാം ചതിക്കായിരുന്നല്ലേ? ഈ ശില്പത്തിനകത്ത് ഹിഡൻ ക്യാമറ വെച്ച് ഞങ്ങളുടെ വീഡിയോ എടുത്ത് എന്റെ ഭാര്യ നീ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. നിന്നെപ്പോലുള്ള നാറുകളൊന്നും വെറുതെ വിടാൻ പാടില്ല. നിന്നെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടകം കളിച്ചത്. സർ, അയ്യോ സർ, പ്ലീസ് സർ, വിട്ടേക്ക് സർ. ഞാൻ പോയേക്കാം സർ. അറിയാതെ ചെയ്തു പോയതാ സർ. ഞാൻ ചെയ്യില്ല സർ. സർ, ഈ ഒരു തവണ മാത്രം ക്ഷമിക്കണോ? ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. സർ, പോലീസ് ഒന്നും വേണ്ട സർ. സർ പ്ലീസ് സർ. സർ എന്റെ ലൈഫിന് ഇല്ലാതെയാവും സർ. സർ വിട്ടേക്ക് സർ, പ്ലീസ്. ഹലോ ഇൻസ്പെക്ടർ സർ, ഞങ്ങളുടെ വീട്ടിലൊരാൾ ശില്പം വിൽക്കാൻ വന്ന് അതിൽ ഹിഡൻ ക്യാമറ വെച്ച് വീഡിയോ എടുത്ത് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് സർ. അവനെ ഞങ്ങൾ കൈയോടെ പിടിച്ചു വെച്ചിരിക്കുക. ഓക്കെ സർ, ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം. സർ വിട്ടേക്ക് സർ. ഇനി ഇങ്ങനെ ചെയ്യില്ല സർ. ഞാൻ സർ പ്ലീസ് സർ. ധൃതി പിടിക്കാടാ, പോലീസുകാർ വന്നോണ്ടിരിക്കുക. അവര് വന്നാലും നിന്റെ അസുഖം മാറും. സർ പ്ലീസ് സർ. അറിയാതെ പറ്റിപ്പോയതാ സർ. സർ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല സർ. പോലീസ് വന്നെ ജീവൻ തന്നെ ഇല്ലാതെയാവും സർ. പ്ലീസ് സർ, ഈ ഒരു തവണ മാത്രം ക്ഷമിക്കൂ സർ. പ്ലീസ് സർ. മാഡം പറയും മാഡം, ഇതൊക്കെ എന്റെ മണ്ടത്തിനും കൂടെ അറിയാതെ ചെയ്തു പോയതാണ് സർ. ക്ഷമിച്ചേക്കൂ സർ. മാഡം സോറി മാഡം. മാഡം സാറിനോട് വേണ്ടെന്ന് പറയും മാഡം. എന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞ് എത്ര സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും? ഇനി നിന്റെ ജീവിതത്തിൽ നീ ഇതൊന്നും കാണിക്കാനും പാടില്ല. നീ ചെയ്ത തെറ്റിന് നിന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലേ നിനക്ക് ബുദ്ധി ഉണ്ടാകത്തുള്ളൂ. സർ പ്ലീസ് സർ. സർ സർ വേണ്ട സർ. സർ പ്ലീസ് സർ, വിട്ടേക്ക് സർ. സർ ഇനി ഇങ്ങനെ ചെയ്യില്ല സർ. സർ